തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മീറ്റ് ദി പ്രസ് പരിപാടി സംഘടിപ്പിച്ചു. സംവാദത്തിൽ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ വികസനങ്ങൾ സംബന്ധിച്ച് സംസാരിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നമ്മൾ വടകര നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 11-ാം തീയതി നടക്കുന്നതിൻ്റെ മുന്നോടിയായി വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയും അതുപോലെ തന്നെ അഭിമാനത്തോടെയാണ് നമ്മൾ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിൽ വരുന്നതിന് മുമ്പേ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള 115 വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങളിൽ 109 എണ്ണവും വിജയകരമായി പൂർത്തിയാക്കുകയും ബാക്കിയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അഭിമാനം വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന നിലക്ക് വടകര നഗരസഭയെ നമ്മൾ അതിദാരിദ്ര്യ മുക്തമാക്കി കഴിഞ്ഞു. പ്രഖ്യാപനം നടത്തുന്നതിന് വടകര നഗരസഭ പ്രഖ്യാപനം നടത്തി. മൊത്തം കേരളത്തോടൊപ്പം വടകര നഗരസഭയും അതിദാരിദ്ര്യ മുക്തമായി കഴിഞ്ഞു. വടകരയിലിപ്പോൾ പാർപ്പിടമില്ലാത്ത മുഴുവൻ ആളുകൾക്കും പാർപ്പിടം നൽകും എന്ന് കൊടുത്തിട്ടുള്ള വാഗ്ദാനം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 779 വീടുകളാണ് ഈ നഗരസഭയിൽ നമ്മൾ പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ 202 പേരെയാണ് നമ്മൾ അതിദാരിദ്ര്യ മുക്തമാക്കി മാറ്റിയത്. അതുപോലെ തന്നെ നമ്മൾ വടകര നഗരസഭയിൽ ഇപ്പോൾ 62 ലക്ഷം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ, സുരക്ഷാ പെൻഷനൊക്കെ നൽകുന്ന സമയത്ത് വടകര മുനിസിപ്പാലിറ്റിയിൽ മാത്രമായി 11,000-ലേറെ ആളുകളെയാണ് ഈ പെൻഷൻ പദ്ധതിയിൽ അവരെ അർഹരായവരെ കണ്ടെത്തുകയും അത് വിതരണം ചെയ്യാനൊക്കെയുള്ള ഉത്തരവാദിത്വം നഗരസഭക്കാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ ഇടപെടലാണ് ഈ അർഹരെ കണ്ടെത്തുന്നതിലും അത് വിതരണം ചെയ്യുന്നതിലും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ വടകര നഗരസഭ നടത്തിയ പ്രവർത്തനങ്ങൾ, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് നടത്തിയ പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വേണമെങ്കിൽ ദേശീയ തലത്തിലും എന്ന് പറയാം വലിയ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ മാലിന്യമുക്ത പരിപാടിയുടെ ഭാഗമായി നമ്മൾ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജില്ലയിലുമൊക്കെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ മാലിന്യമുക്തമായി 2021 തന്നെ പ്രഖ്യാപിക്കപ്പെട്ട നഗരസഭയാണ് നമ്മുടെ നഗരസഭ എന്ന് പറയുന്നത്. അതുപോലെ നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ എടുത്ത് വെച്ചൊക്കെ ജല ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച മുനിസിപ്പാലിറ്റിയാണ് വടകര മുനിസിപ്പാലിറ്റി. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, സാധാരണ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടൽ അമാന്തിച്ച് നിൽക്കുന്ന സമയത്താണ് വടകര നഗരസഭയിൽ സ്പേസ് എന്ന പേര് വലിയ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുകയും നമ്മുടെ നഗരസഭയിലെ വിദ്യാലയങ്ങളെ മൊത്തം കോർത്തിണക്കിക്കൊണ്ട് അവിടെയുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ LSS സ്കോളർഷിപ്പ്, USS, NMMS തുടങ്ങിയ മേഖലകളിൽ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് വടകര നഗരസഭയ്ക്ക് സാധിച്ചിട്ട് മാതൃകാപരമായ പ്രവർത്തനമാണ് ആ മേഖലയിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. ആരോഗ്യരംഗത്ത് ഇപ്പോൾ ഇവിടെ 3 വെൽനസ് സെൻ്ററുണ്ട്, 2 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, ഹോമിയോ ആശുപത്രിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രികളുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മൾ ഈ പാലിയേറ്റീവ് രംഗത്ത് നടത്തുന്നൊരു പ്രവർത്തനം സർക്കാർ ഇപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള അരികെ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. അത് നേരത്തെ തന്നെ വടകര നഗരസഭയിലുള്ള എല്ലാ പാലിയേറ്റീവ് പ്രവർത്തകരെയും
അവരുടെ സന്നദ്ധ സംഘങ്ങളുണ്ട്, ചില സംഘങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അരികെ എന്നുള്ള ഒരു പദ്ധതി എല്ലാ ആളുകൾക്കും സാന്ത്വന പരിചരണം എളുപ്പമാക്കാനും എല്ലാവരിലും അതിൻ്റെ നേട്ടമെത്തിക്കാനും പരിചരണത്തിന് ആളുകളെ എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഉള്ള സൗകര്യം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ വളണ്ടിയേഴ്സിന് പരിശീലനം കൊടുത്തിട്ടുണ്ട്. എല്ലാ സംഗതികളും വടകര നഗരസഭ നേരത്തെ ചെയ്താണ്. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ അരികെ എന്ന് പറയുന്ന അതേ പേരിൽ തന്നെ സർക്കാർ ആ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനാണ് നേരത്തെ കഴിഞ്ഞ ദിവസം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു വാഹനം നമുക്ക് അതിന് വിട്ടു തന്നിട്ടുള്ളത്. ഇങ്ങനെ ഏത് രംഗത്തെടുത്ത് നോക്കിയാലും വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ വടകര നഗരസഭയിലെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാനാവശ്യമായ അത് പ്രത്യേകിച്ചും സാധാരണക്കാർ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒപ്പം വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു അനുഭവം ആണ് നമ്മുടെ വടകര നഗരസഭയിലുള്ളത്. എടുത്തു പറയാവുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സാംസ്കാരിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ എഴുത്തുകാർ ഒക്കെ വന്നിട്ട് പ്രശംസിക്കുകയും അത്ഭുതത്തോടെ നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ നഗര ഹൃദയത്തിലുള്ള സാംസ്കാരിക ചത്വരം. അത് രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ പിന്നിൽ വടകര നഗരസഭയിൽ ഏറെക്കാലമായി നമ്മൾ ആഗ്രഹിച്ച കലാ സാംസ്കാരിക അക്കാദമി എന്ന് പറയുന്നൊരു പ്രവർത്തനം, അത് നേരത്തെ നമ്മൾ ഈ എന്താ പറയുക കേന്ദ്ര കലാസമിതി എന്നെല്ലാം പറയുന്ന ഒരു ആശയം നമ്മൾ മുമ്പോട്ട് വെച്ചാണ്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിന് അവരെ നീന്തൽ പരിശീലിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള നീന്തൽക്കുളം നമ്മൾ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുകയും 1200-ലേറെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കുകയും അതിന് സ്പോർട്സ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് എല്ലാ മേഖലയിലും ഏതൊക്കെ മേഖലയിൽ ഇടപെടാൻ സാധിക്കുമോ, ഇനി നേരത്തെ സാധ്യതയില്ലാത്ത മേഖലകളിൽ കൂടി അതിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയും, കളരി രംഗത്തായാലും അതുപോലെ തന്നെ നമ്മൾ ട്രഞ്ചിങ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു വല്ലാത്ത നമ്മുടെ വടകരക്കാർക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഇന്നിപ്പോൾ ആ ട്രഞ്ചിങ് ഗ്രൗണ്ടേ ഇല്ല. അവിടെ യഥാർത്ഥത്തിൽ ഒരു പാർക്കാണ് ഇപ്പോൾ ഉള്ളത്. ബയോ മൈനിങ് ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാണ്. വടകരയിൽ എത്തിച്ചേരുന്ന സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള യുവതികൾക്കുൾപ്പെടെ ഈ ഒരു ആശ്രയമായി നമ്മളിപ്പോൾ ഈ പുതിയാപ്പിലുള്ള ഷീ ലോഡ്ജ്, അതുപോലെ തന്നെ പകൽ വീട് മുതിർന്ന ആളുകൾക്ക്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവപ്പെടുന്ന ആളുകളാണ്. ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് വടകരയിൽ ഉള്ളത്. ഇതൊക്കെ വെച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് വളരെ അഭിമാനത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളോട് വടകര നഗരസഭയിലെ ഭരണത്തെ വളരെ കൃത്യമായ രൂപത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ ഭരണത്തെ ഇനി അതിൻ്റെ തുടർച്ച ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. എന്തായാലും വളരെ ശുഭപ്രതീക്ഷയാണുള്ളത്. തുടർന്നും നേരത്തെ ഉള്ളതിനേക്കാൾ മികച്ച ഒരു എന്താ പറയുക കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. 30 വാർഡ് എന്തായാലും ജയിക്കുന്നുള്ളതാണ് 30 വാർഡ്. അതിൻ്റെ അപ്പുറത്തേക്ക് 36 വരെ പോകുന്നതാണ് നമ്മൾ പറഞ്ഞത്. വടകര നഗരസഭയിൽ വ്യാപകമായ അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്നത് ഒരു അധ്യക്ഷ എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ വടകര നഗരസഭ അഴിമതിരഹിത നഗരസഭ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തത്. ആ മാറ്റത്തിനെ ഒരുപാട് വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ആ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമകരമായ ദൗത്യത്തിലൂടെ തന്നെയാണ് അത്തരത്തിലേക്കുള്ള മാറ്റത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ആ രീതി തന്നെയാണ് ഇതുവരെയും തുടരുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പൊതു സർവീസിൻ്റെ ഭാഗമായിട്ട് പല ഉദ്യോഗസ്ഥന്മാരും പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്, പല ഭാഗങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അത്തരത്തിലേക്ക് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ആളുകൾ മാറി വന്നിട്ടുണ്ട്. ഏകദേശം എല്ലാവരും പുതുമുഖങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെയുള്ളത്. പക്ഷേ നമ്മളെടുത്ത രേഖപ്രകാരം ആ തരത്തിലേക്ക് ഇന്ന രീതിയിലേക്ക് ഞങ്ങളെടുക്കുന്ന പൈസ വാങ്ങിയിട്ട് പ്രവർത്തനം പൂർത്തീകരിച്ച് തരുന്നുള്ളൂ എന്നുള്ള ആക്ഷേപം ഒരാളുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ചിലരുടെ പേര് പറഞ്ഞെങ്കിലും
ആ തരത്തിലേക്കുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് പേരെടുത്ത് പറഞ്ഞിട്ട് പുറമേ നിന്ന് പറയുന്ന കാര്യങ്ങളേക്ക് അത്തരം വ്യക്തികളുടെ ശ്രദ്ധയിലേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള പരാതി എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും പോരായ്മകൾ അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തി പോകണം, ഇവിടെ ഇത് പാടില്ല എന്നുള്ള രീതിയിലേക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞതാണ്. പക്ഷേ ആ തരത്തിലേക്ക് വാങ്ങുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഉത്തരമാണ് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളതും. അല്ലാതെ നിങ്ങളിപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് എല്ലാവരും അഴിമതിക്കാരാണ്, എല്ലാവർക്കും പൈസ കൊടുത്താൽ മാത്രമേ കാര്യം സാധിക്കൂ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക യോജിച്ച ഒരു ചോദ്യമല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് തന്നെ നഗരസഭയിൽ നിന്ന് ഒരു സ്ഥാപനം ബിൽഡിംഗ് പെർമിറ്റ് ഉൾപ്പെടെ കെട്ടി കംപ്ലീഷൻ പ്ലാൻ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അവരെ സ്ഥാപനം ഓക്കെ ആയി. പക്ഷെ അവിടെ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലൈസൻസ് വാങ്ങിയെടുക്കുന്നത് ഹെൽത്ത് വിഭാഗത്തിൽ നിന്നാണ്. കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ച് ഇപ്പോൾ എല്ലാം സ്മാർട്ട് സംവിധാനമാണ്. ഒരിക്കലും ആരെ കൈകളിലെയും ആ ഫയൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തർ സിസ്റ്റത്തിലുള്ള ഫയലുകളും കൃത്യമായിട്ട് ഇത്ര ദിവസത്തിനുള്ളിലേക്ക് അത് എവിടത്തേക്കാണോ ഫോർവേഡ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണോ തീരുമാനമാവേണ്ടത് അവിടത്തേക്ക് കൊടുക്കുന്ന സിസ്റ്റമായിട്ട് നമ്മുടെ സർക്കാർ മാറ്റിയിട്ടുണ്ട്. സ്മാർട്ട് സംവിധാനം വന്നതോടുകൂടെ തന്നെ അത്തരം ആക്ഷേപങ്ങളെല്ലാം തന്നെ ഒഴിവായിട്ടുണ്ട്. ലൈസൻസിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത്തരത്തിലേക്ക് കൃത്യമായ രേഖകളില്ലാതെ ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളുകളുടെ ലൈസൻസ് നിരസിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ, അതായത് നമ്മുടെ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവരുടെ നേതൃത്വത്തിൽ MSME ലൈസൻസ് ചെറുകിട വ്യാപാര സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ ഏറെക്കുറെ ആളുകൾ ഇന്ന് MSME ലൈസൻസ് എടുത്തുകൊണ്ട് വടകര പട്ടണത്തിൽ കച്ചവടം ചെയ്തു വരുന്നുണ്ട്. അല്ലാത്ത ആളുകൾ നഗരസഭയുടെ ലൈസൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യുന്ന രീതിയാണ് ഇവിടെയുള്ളത്. ഒരിക്കലും ഒരാളുടെ ഫയൽ പോലും വൈകാത്ത രീതിയിലേക്കുള്ള സംവിധാനമായിട്ട് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളും മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വടകരയിലും മാറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണോ അല്ലെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങളാണോ വേണ്ടത് എന്നുള്ളത് ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിരന്തരം ഹെൽത്ത് വിഭാഗത്തു നിന്നുള്ള അറിയിപ്പ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടുന്ന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം താഴെത്തട്ടിലേക്ക് കച്ചവട സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നുണ്ട്. മതിയായ രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലിനജല സംസ്കരണ പ്ലാന്റാണ്. ഇന്ന് വൻകിട ഹോട്ടലുകളിലൊക്കെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. നമ്മളെ വടകര പട്ടണത്തിലുള്ള ഒരുപാട് ഹോട്ടലുകളിൽ അത്തരം സംവിധാനങ്ങളുണ്ട്. ചെറിയ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലേക്ക് നമ്മൾ മുമ്പിൽ കരിമ്പനത്തോടിൻ്റെ ഒരു വിഷയം ഒരു ജനകീയ പ്രതിഷേധം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ആ തരത്തിലേക്ക് മലിനജലം ഒഴുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും നേരിട്ട് നമ്മളെ ഡ്രൈനേജിലേക്ക് മഴവെള്ളം ഒഴുകി പോകേണ്ട ഒഴുക്ക് ചാലിലേക്ക് അഴുക്ക് ജലം പുറത്ത് വിടരുത് എന്നുള്ള നിർദ്ദേശം നമ്മൾ മാത്രമല്ല എല്ലാവരും കൊടുക്കുന്നതാണ്. വടകര നഗരസഭ ബുദ്ധിമുട്ടിക്കുന്ന രീതി ആയതുകൊണ്ടല്ല വടകര പട്ടണത്തിൽ അത്തരം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ മറ്റ് മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിൽ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ അടഞ്ഞു കിടക്കുന്നതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നിരുന്നാലും ഇപ്പം കുറച്ച് കാലമായി കേൾക്കുന്ന എന്നെപ്പോലെ തന്നെ നിങ്ങളും കാണുന്നുണ്ടായിരിക്കും നവമാധ്യമങ്ങളിലൂടെ വടകര ഉറങ്ങുന്നു അല്ലെ വടകര ഉറങ്ങിപ്പോയി മറ്റ് എന്താ പറയുക ഉൾഭാഗങ്ങളിലേക്ക് കച്ചവട സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് അബദ്ധവശാൽ നമ്മളെയൊക്കെ തന്നെ എന്താ പറയുക തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം, അതായത് ഇന്ന് നവമാധ്യമങ്ങളുടെ എന്ത് വന്നു കഴിഞ്ഞാലും അത് പ്രചരണം എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും വടകര പട്ടണത്തിൽ ആ രീതിയിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് പെരുവട്ടം താഴെ മുതൽ കരിമ്പനപ്പാലം വരെ ഏറ്റവും നന്നായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് യുഗം എന്നുള്ള രീതിയിലേക്ക് എടോടി ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഏകദേശം അവിടെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പിന്നെ തിരുവള്ളൂർ റോഡ് മുതൽ മേപ്പേൽ ഭാഗം വരെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയും കച്ചവട സ്ഥാപനങ്ങൾ നിരവധിയായി വന്നിട്ടുണ്ട്. നമ്മളെ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ മുമ്പിൽ ഉണ്ടായിരുന്ന പഴയകാല പ്രതാപമുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ തന്നെ കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം മറ്റ് മാർഗ്ഗങ്ങൾ എന്നുള്ള രീതിയിലേക്ക് മറ്റ് ബിൽഡിങ്ങുകൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പണി പൂർത്തീകരിച്ച് ഓപ്പൺ ചെയ്യാത്ത സ്ഥിതിയാണ് എന്നുള്ളത്. അല്ലാതെ വടകര പട്ടണത്തിലേക്കുള്ള കച്ചവട സ്ഥാപനങ്ങൾ എത്രമാത്രം ഇവർ ഈ പ്രകീർത്തിക്കുന്ന രീതിയിലേക്ക് ഉറങ്ങിപ്പോയോ എന്നുള്ളത് വിലയിരുത്തി പോകേണ്ടതാണ്. അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. പട്ടണത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ മിക്കവാറും
അണഞ്ഞു പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മുമ്പിലേക്ക് ഒരു മാസം മുമ്പെയാണ് വടകര നഗരസഭയിൽ ഡക്കാൻ അസോസിയേറ്റ്സ് എന്നുള്ള സ്ഥാപനമാണ് സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് നടത്തുന്നത്. കൃത്യമായിട്ട് തന്നെ എല്ലാ വാർഡുകളിൽ നിന്നും അറിയിക്കുന്ന സമയത്ത് തന്നെ അവരെത്തി റിപ്പയർ ചെയ്ത് പോകുന്നതാണ്. ഒരു മാസം മുമ്പേ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും റിപ്പയർ ചെയ്ത് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് അവരിവിടുന്ന് പോയത്. നമ്മൾ വീണ്ടും അവരങ്ങനെ അണഞ്ഞുപോയ ലൈറ്റുകൾ കത്തിക്കാൻ വേണ്ടി വീണ്ടും അവരെ വിളിച്ചിട്ടുണ്ട്. അല്ലാതെ നിരന്തരം വടകര പട്ടണത്തിലേക്ക് ലൈറ്റില്ലാത്ത ഭാഗങ്ങൾ എവിടെയില്ല. കാരണം അത് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ആ കരാർ കമ്പനീനെ അറിയിച്ച് അവർ വന്ന് ചെയ്തു പോകുന്നതാണ്. അതിന് യാതൊരുവിധ തടസ്സമില്ല. കാരണം അതിൻ്റെ കൃത്യമായ ഫണ്ടും കാര്യങ്ങളും ഒക്കെ തന്നെ വെച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ തടസ്സമില്ലാത്ത രീതിയിലേക്ക് അത് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ചില ദിവസങ്ങളിൽ രാത്രി നമ്മളും കാണലുണ്ട്. രാത്രി വൈകി പോകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ KSEBിൽ അറിയിക്കും. KSEB ആണ് സന്ധ്യാസമയത്ത് ആ ഭാഗങ്ങളിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫ്യൂസ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരം വെളുത്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യേണ്ട ഡ്യൂട്ടി അവർക്കായതുകൊണ്ട് ചില സമയങ്ങളിൽ അവർ ആ കൃത്യമായ രീതിയിലേക്ക് ആ വർക്ക് ചെയ്യാത്തതിൻ്റെ ഭാഗമായി ഇരുട്ടാവുകയും നമ്മൾ അതിൻ്റെ അതോറിറ്റി അറിയിക്കുന്ന സമയത്തേക്ക് അത് വെളിച്ചം വരുന്ന രീതി കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന അതേ രീതിയിൽ തന്നെ ഞാനും കണ്ടതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ അവരെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അതായത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് അത്തരത്തിലേക്കുള്ള എന്താ പറയുക കാലങ്ങളോളം ലൈറ്റില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. വടകര പട്ടണത്തിന് ഇന്ന് എല്ലാ ഭാഗങ്ങളിലും പ്രകാശപൂരിതമായിട്ടുള്ള അവസ്ഥ തന്നെയാണുള്ളത്. ഇനിയിപ്പം ഇല്ലാത്ത ഭാഗങ്ങൾ, അതായത് ഇല്ലാത്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത് പുതിയ റോഡുകൾ വരുന്ന സമയത്തേക്ക് ആ ഭാഗങ്ങളിൽ കൗൺസിലർമാർ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈൻ ഇല്ലാത്ത ഭാഗങ്ങളിൽ ലൈൻ വലിച്ചും പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് ലൈൻ വലിക്കേണ്ടതാണ്. അവിടങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഏകദേശം ലൈൻ വലിക്കൽ പൂർത്തീകരണം നടന്നിട്ടുണ്ട്. ഇനി വരും വർഷ പദ്ധതിയിലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക വടകര പട്ടണം ഒരിക്കലും ഇരുട്ടിൽ അല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ചെറിയ സമയങ്ങളിലേക്ക് അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ 1-2 ദിവസം ഉള്ളൊരു ഗ്യാപ്പ് എന്നല്ലാതെ അത്തരത്തിലേക്ക് വലിയ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയൊന്നും ഇല്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ റോഡിൻ്റെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ച വസ്തുതയാണ്. വടകര പട്ടണത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലുള്ള റോഡുകൾ, അതായത് ടാർ റോഡുകളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ തന്നെയാണുള്ളത്. അത് വസ്തുത തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. വടകര പട്ടണത്തിലെ എല്ലാ റോഡുകളും മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി. എനിക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. മെയ് മാസം എനിക്ക് തോന്നുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം തീയതി മുതൽ നമുക്ക് അതിതീവ്ര മഴ തന്നെയാണ് വടകരക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ കുത്തിയൊലിച്ച് പെയ്ത മഴയത്ത് മുഴുവൻ റോഡുകളും ഒഴുകിപ്പോയ അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഈ റോഡുകളെയൊക്കെ തന്നെ എന്താ പറയുക ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമുള്ള ഫണ്ടും വെച്ചിട്ടുണ്ട്. മുഴുവൻ പ്രവൃത്തികളും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്. മഴ മാറിയ സാഹചര്യത്തിൽ അവരിപ്പോൾ 5ഓളം ക്ലസ്റ്ററുകളുടെ വർക്ക് പൂർത്തീകരിച്ച് എൻ്റെ അറിവിൽ ഇന്ന് നടക്കുതാഴ ഭാഗത്ത് 15, 16, 19 വാർഡുകളിൽ വർക്ക് നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തിയ വർക്കുകളും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് വർക്ക് ഏറ്റെടുത്തുള്ള ഊരാളുങ്കൽ അറിയിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളിലുള്ള ഒഴുകിപ്പോയ റോഡുകൾ, അതായത് റീടാറിങ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കേണ്ട ടാർ റോഡുകളൊക്കെ തന്നെ പുനഃസ്ഥാപിച്ച് ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പോയി എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഈ മഴ സമയത്ത് എല്ലാം തന്നെ ഒഴുകിപ്പോയിട്ടുണ്ട്. കോൺക്രീറ്റ് റോഡുകൾ മാത്രം അവിടെ നിൽക്കുന്ന രീതിയിലേക്ക് ടാർ റോഡുകളൊക്കെ തന്നെ കുണ്ടും കുഴി ആയി മാറിയിട്ടുണ്ട്. പിന്നീടുള്ളത് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇന്ന് വടകരയിലേക്ക് ഗതാഗത കുരുക്ക് വരുന്ന സമയത്തേക്ക് എല്ലാ റോഡുകൾ കൂടെയും എളുപ്പത്തിൽ ഏത് ഭാഗത്തുകൂടെയാണ് എനിക്ക് രക്ഷപ്പെടേണ്ടത് എന്നുള്ള രീതിയിലേക്ക് ഓരോ യാത്രക്കാരനും ചിന്തിക്കുമ്പം എല്ലാ ഭാഗങ്ങളിലുള്ള റോഡുകളും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് ഇങ്ങനെ ആയിത്തീർന്നത് എന്നാണ് പറയാനുള്ളത്. വടകരയിലെ ഒരു സമഗ്ര അഴുക്കുചാൽ പദ്ധതി എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കിഫ്ബിയുടെ പ്രോജക്റ്റ് നിലവിലുണ്ട്. ആ കിഫ്ബി പ്രോജക്റ്റിൻ്റെ DPR തയ്യാറാക്കുന്നത് റാംബയോളജിക്കൽ എന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ സാങ്കേതിക അനുമതിയും കാര്യങ്ങളും ഒക്കെ തന്നെ ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം റോഡ് കട്ട് ചെയ്തുകൊണ്ട് നാരായണ നഗരത്തേക്കുള്ള പ്ലാന്റിനെ വികസിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പൈപ്പ് സംവിധാനമൊക്കെ, അതായത് ഹോട്ടലുകളിൽ നിന്ന് മുഴുവനായിട്ടും പൈപ്പ് ഇട്ടുകൊണ്ട് പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സമഗ്ര അഴുക്കുചാൽ പദ്ധതി എന്ന ആ ഒരു കിഫ്ബി പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ദേശീയപാത മുറിച്ച് കടന്നുകൊണ്ടുള്ള ആ ഒരു പ്രവൃത്തിയുമായിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള സാങ്കേതിക പ്രയാസം ആ DPR തയ്യാറാക്കുന്ന റാംബയോളജിക്കൽ എന്ന സ്ഥാപനം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതിക പ്രയാസങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ആവശ്യമായ ഇടപെടലുകൾ അവരും നഗരസഭയും ചെയ്തു വരുന്നുണ്ട്. പ്രോജക്റ്റ് കിഫ്ബിയാണ്. നഗരസഭ
ഈ 2020 ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആരാണോ കൊടുക്കേണ്ടത് അവരാണ് ആ സ്ഥാപനത്തിലുള്ള 148ഓളം കടമുറികൾ താല്പര്യമുള്ള കക്ഷികൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇന്ന് അവർക്കാണുള്ളത്. നമുക്ക് 26.5 വർഷം കഴിഞ്ഞാൽ നഗരസഭയ്ക്ക് തിരിച്ചു തരുന്ന സമയത്തേക്ക് മാത്രമേ നഗരസഭ ആ കടമുറികളുമായിട്ടുള്ള ആലോചനയുമായിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ളൂ. നഗരസഭയ്ക്ക് ഇന്ന് 22,32,000 രൂപ വർഷാവർഷം അവർ ആ കരാർ കമ്പനി നഗരസഭയുടെ ഫണ്ടിലേക്ക് അടക്കുന്നുണ്ട്. സഭയ്ക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞാലാണ് ആ എഗ്രിമെൻ്റ് പ്രകാരം അവർ തിരിച്ചു തരേണ്ടത്. അതിനുള്ളിലേക്കുള്ള സമയത്തേക്ക് ആ കരാർ കമ്പനിയാണ് അനുയോജ്യരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിനുള്ളിലെ കടമുറികൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 1-2 കടമുറികൾ ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് ആ മാളെന്നുള്ള സങ്കല്പം മുഴുവനായിട്ട് ഒരു വലിയ പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലേക്കാണ് അവരിപ്പോഴും ആലോചിച്ച് പോകുന്നതെന്നാണ് പറയാം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നമ്മൾ തുടക്കത്തിലേക്ക് 2 പേരുടെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ നടപടിയുമായിട്ട് അവർ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലേക്ക് പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് പരിശോധിച്ചത്. എന്തായാലും അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അവരിപ്പോഴും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ അതിനോടനുബന്ധമായിട്ട് പിന്നീട് വന്നിട്ടുള്ള ഓർഡറിൽ 4, അതായത് ഈ നഗരസഭയിൽ നിന്നും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാറിപ്പോയുള്ള 2 അസിസ്റ്റൻ്റ് എഞ്ചിനീയറും ഇന്ന് നഗരസഭയിലുള്ള ഓരോ ഓവർസിയറും മറ്റൊരു പഞ്ചായത്തിലേക്ക് മാറിപ്പോയുള്ള ഒരു ഓവർസിയർ, അങ്ങനെ 4 പേരുടെ പേരിലേക്കാണ് നടപടി വന്നത്. പക്ഷേ ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലേക്കുള്ള പരാതികളും നമ്മൾ ഭരണസമിതിക്കോ അല്ലെങ്കിൽ അധ്യക്ഷ എന്നുള്ള രീതിയിലേക്കോ എനിക്കിതുവരെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല തരത്തിലേക്ക് ചെയ്യുന്ന. കാരണം പൊതുജനങ്ങളെ പ്രയാസപ്പെടുത്താത്ത രീതിയിലേക്ക് ഏറ്റവും നന്നായിട്ട് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ തരം ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ നടപടി വന്നപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏത് തരത്തിലേക്കായ നടപടിയായാലും അത് പരിശോധിച്ചിട്ട് പുനരാലോചന നടത്തണം, അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലേക്ക് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത് ഒഴിവാക്കി തന്നിട്ടുള്ളത്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവർ. വടകര നഗരസഭയുടെ ഇന്നിപ്പം പ്രവർത്തിക്കുന്ന ഓഫീസിൻ്റെ ഉൾപ്പെടെ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായിട്ട് പങ്കാളിത്തം വഹിച്ച ആളുകൾ എന്നുള്ള രീതിയിലേക്ക് ഭരണസമിതിക്ക് അവരെ പറ്റി നല്ല അഭിപ്രായമുള്ള ആളുകൾ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇത്തരത്തിലേക്കുള്ള യാതൊരുവിധ അപഖ്യാതി എന്നുള്ള രീതിയിലേക്ക് ബോധ്യപ്പെടുത്താത്ത ആളുകളുടെ പേരിലേക്ക് വന്നിട്ടുള്ള നടപടി ഒന്നും കൂടെ പുനഃപരിശോധിക്കണം എന്നുള്ള രീതിയിലേക്കാണ് സർക്കാരിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഉദ്ദേശിച്ചത് അല്ലേ? പക്ഷെ എന്നിട്ട് പോലും എങ്ങനെ ഒരു നഗരസഭയിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ നടപടി വരുമ്പോൾ അതിന്റെ വീട്ടിൽ എന്തുകൊണ്ടെന്നുള്ള ആരൊക്കെയോ ഉണ്ടാകും. കാരണം വടകരയിലെ ഇന്ന് നിരന്തരം വിവരാവകാശം കൊടുക്കാനുള്ള ഒരു ടീം തന്നെയുണ്ട്. അപ്പം ആരെയാണെന്ന് എനിക്കറിയില്ല. കാരണം പേരെടുത്ത് ഞാൻ ആരെയും പറയുന്നില്ല. എങ്ങനെയാണ് വന്നതെന്നറിയില്ല. നിങ്ങൾ പറഞ്ഞ രീതിയിലേക്ക് ഫയൽ നമ്പറൊക്കെ തന്നെ നോട്ട് ചെയ്തുകൊണ്ട് വരുമ്പം അതാണ് സർക്കാരിനോട് ആലോചിച്ച് ഒന്നുകൂടെ പുനഃപരിശോധിക്കണം എന്നുള്ള രീതിയിലേക്ക് ഇടപെട്ടത് തന്നെ. കാരണം ആ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അന്വേഷിക്കണം, കണ്ടെത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുക. പക്ഷെ നമുക്ക് ബോധ്യപ്പെടാത്ത ആളുകൾ, ഏറ്റവും നന്നായിട്ട് പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇതുവരെയായിട്ടും ഭരണസമിതിക്ക് അല്ലെങ്കിൽ ഭരണസമിതിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും മറ്റ് പൊതുജനങ്ങളിൽ നിന്നും ആരിൽ നിന്നും തന്നെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പരാതിയും ഇന്നത്തെ ദിവസം വരെ വരാത്ത സ്ഥിതിക്ക് അങ്ങനെ എന്തുകൊണ്ടാണ് വന്നതെന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിച്ചത്. അതും ഫയൽ നടപടികൾ വൈകി എന്നുള്ള രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. എൻ്റെ അറിവിൽ ഞങ്ങൾക്ക് സർക്കാർ അനുവദിച്ച് തന്നിട്ടുള്ള ഒരു ഫണ്ടും ഇന്നത്തെ ദിവസം വരെ ലാപ്സായി പോയില്ല. ഇന്നലെ ചെറിയൊരു നിങ്ങൾ എടുത്തതാണെന്ന് തോന്നുന്നു ഒരു കട്ടിങ് ചെറുതായിട്ട് ഞാൻ കേട്ടു. കാരണം ഇന്ന് രാവിലെ മുതൽ നമ്മളെ ജമീലത്തേൻ്റെ സംസ്കാര പരിപാടിയുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്തൊക്കെ ചെറിയൊരു ഭാഗം കേട്ടതാണ്. അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞു പോയിട്ട് എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ പറഞ്ഞതാണോ എന്നുള്ളത് എനിക്കറിയില്ല. വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഒരു ഫണ്ട് പോലും ലാപ്സാകാത്ത രീതിയിലേക്ക് എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കാണ്. അതൊന്ന് പറഞ്ഞിട്ടുള്ളത് പുതിയ ബസ് സ്റ്റാൻഡ് RKI പദ്ധതിയിൽ ഉൾപ്പെട്ട് പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണം 2.5 കോടി
ഒരുപക്ഷെ സംസാരിക്കുന്ന സമയത്തേക്ക് ബഹുമാനപ്പെട്ട MLAക്കും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഫണ്ട് എന്തായാലും ലാപ്സ് ആയിട്ടില്ല, RKI പദ്ധതിയാണ്. ആ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലേക്ക് CK നാണുവേട്ടൻ MLA ആയ സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു ഫണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തി പുതിയ ബസ് സ്റ്റാൻഡിനെ എങ്ങനെ നവീകരിക്കുക, ആദ്യം പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ DPR തയ്യാറാക്കുന്ന സമയത്തേക്ക് മറ്റ് അതിനുള്ളിലേക്ക് ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കല്ലാത്ത രീതിയിലേക്കുള്ള നവീകരണം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ നമ്മളത് ദേശീയപാത വികസനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ മറുഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിനെ ഏത് രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കണം എന്നുള്ളത് ഒരുപാട് ചർച്ച നടത്തുന്നത്. സാങ്കേതിക വിഭാഗം എന്നുള്ള രീതിയിലേക്ക് നിരവധിയായ ചർച്ചകൾ നടത്തി. ഏറ്റവും ഒടുവിൽ അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ NIT ആണ് ചെയ്തു തന്നിട്ടുള്ളത്. ആ സ്ട്രക്ചറൽ ഡിസൈൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളും നഗരസഭ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് സർവീസ് റോഡും അതുപോലെ തന്നെ അവിടെയുള്ള കൾവർട്ട്, ഡ്രൈനേജ് ഉൾപ്പെടെ അതിൻ്റെ കണക്ഷൻ ഏത് വഴിക്കാണെന്ന് പോലും തിരിച്ചറിയാത്ത സമയത്ത് നമുക്ക് ആ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് പാഴ്ചെലവ് എന്നുള്ള രീതിയിലേക്ക് മാത്രമേ വരുള്ളൂ. കാരണം അതിൻ്റെ യാർഡ് ഉയർത്തണം. കാരണം ഇത് റോഡ് എത്രത്തോളം ഉയർന്നു അതിനനുസരിച്ച് അതിൻ്റെ യാർഡ് ഉയർത്തണം. യാർഡ് ഉയർത്തുന്ന സമയത്ത് അതിനുള്ളിലേക്കുള്ള ബിൽഡിങ്ങുകളുടെയും തറഭാഗം ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. ആ രീതിയിലേക്ക് ചെയ്തില്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മുഴുവനും വെള്ളത്തിനുള്ളിലേക്ക് അകപ്പെടുന്നുള്ളത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിയുള്ള വർക്കുമായിട്ട് മുമ്പോട്ടേക്ക് പോകാത്തത്. ഇത് കൃത്യമായിട്ട് തന്നെ വടകര MLAക്കും അറിയാം. കാരണം DDC മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ വടകര MLA മാത്രമല്ല പങ്കെടുക്കുക, എൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള രീതിയിലേക്ക് കൃത്യമായിട്ട് സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥന്മാർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. കലക്ടർ മുമ്പാകെ വിളിക്കുന്ന മീറ്റിങ്ങിൽ ആ കൃത്യമായ മറുപടി ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ആ വർക്കുമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലേക്കും ഇനി ഈ ദേശീയപാത വികസനം നടന്നതിന് ശേഷം പുതിയ ബസ് സ്റ്റാൻഡ് യാർഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ തറ ഉൾപ്പെടെ ഉയർത്തുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഈ 2.5 കോടിയും മതിയാവില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് ഈ ഫണ്ട് അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പരിശോധന എന്നുള്ള രീതിയിലേക്ക് കോഴിക്കോട് ജില്ലാ കളക്ടർ മുഖേന നമ്മൾ അറിയിച്ച കാര്യം ഈ കാര്യങ്ങൾ എന്താ പറയുന്നത് കൃത്യമായിട്ട് തന്നെ ഇന്നലെ പ്രസംഗിച്ചു പോയ MLAക്കും അറിയാവുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ ലാപ്സായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. സ്ഥാനത്തേക്ക് വരുന്ന സമയത്തുള്ള തെരഞ്ഞെടുപ്പിനെയും അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ വന്നു പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പായിട്ടാണ് നമ്മൾ ലിങ്ക് റോഡിലേക്ക് കുറച്ച് ബസ്സുകൾ മാറ്റിയുള്ളത്. അതായത് മാർക്കറ്റ് റോഡിലുള്ള കൺജക്ഷൻ ഒഴിവാക്കിയെടുക്കുക എന്നുള്ള രീതിയിലേക്ക് നിരവധിയായ ചർച്ചകൾ, നിരവധിയായ ആളുകൾ ഇരുന്നെടുത്ത തീരുമാനം വടകര ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിട്ടാണ് അന്ന് അങ്ങനെ ആ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇന്ന് നമ്മളിപ്പോഴും പറയുന്നുണ്ട്, അതായത് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ എന്തായാലും കൃത്യമായ രീതിയിലേക്കുള്ള വീതിയും കാര്യങ്ങളും വടകര മാർക്കറ്റ് റോഡിൽ വരുന്ന സ്ഥിതിക്ക് നമുക്ക് മാറി ചിന്തിക്കാം. ഇതിനുള്ള ഒരു മാറ്റം എന്നുള്ള രീതിയിലേക്ക് അത് മാത്രമേ ഇപ്പോൾ നമ്മളെ മുമ്പിലേക്കുള്ളൂ എന്നുള്ളത് വടകരയിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ആളുകളുടെയും ശ്രദ്ധയിലേക്ക് നമ്മൾ പറഞ്ഞാണ്. പക്ഷേ അത് നിങ്ങൾ തന്നെ ഇപ്പം നോക്കിക്കോ, വില്യാപ്പള്ളി ഭാഗം മുതൽ കൃത്യമായിട്ട് തന്നെ വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡിൻ്റെ പ്രവൃത്തി ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് നടന്നു. അതിലെന്താണോ സൂചിപ്പിക്കുക, കിഫ്ബി പ്രോജക്റ്റിൽ ഇതുവരെയായിട്ടും എന്താ പറയേണ്ടത്, ആ പ്രോജക്റ്റ് പ്രകാരം ഇന്ന് അതിൽ എടുത്തു പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ കുഞ്ഞമുട്ടി മാഷക്ക് കൊടുത്ത മറുപടി മുഖ്യമന്ത്രിയുടെ അടുക്കൽ തന്നെ കിഫ്ബിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ മറുപടിയിലേക്ക് അവരവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഷോപ്പ് റൂമുകൾക്ക് കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ ഈ എസ്റ്റിമേറ്റിൽ തന്നെ ഉൾപ്പെടുത്തി ഈ എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെയാണ് അതിൻ്റെ എന്താ പറയുന്നത് പുനർനിർമ്മാണം എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന അതേ അവസരത്തിൽ നടത്തി കൊടുക്കുമെന്നുള്ളതും മതിലുകൾ ഉൾപ്പെടെ മാറ്റി പണിയണമെങ്കിൽ അതുൾപ്പെടെ മാറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ കൊടുത്താണ്. പക്ഷേ വില്യാപ്പള്ളി മുതൽ അങ്ങ് ചേലക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ ഇതൊക്കെ തന്നെ ആളുകൾ സമ്മതിച്ച് പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വടകര ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ നേതൃത്വത്തിൽ തന്നെ 16ഓളം മീറ്റിങ്ങൾ വടകരയിലുള്ള ഇത്തരം ബിൽഡിങ്ങൾ, അതായത് വടകര പട്ടണത്തിൽ വില്ലേജ് ഓഫീസ് മുതൽ നട്ട് സ്ട്രീറ്റ് വരെയുള്ള ഭാഗങ്ങളിലേക്ക് ചെറിയ ഭാഗം മാത്രമേ നമുക്ക് വീതി വരുത്തേണ്ടതുള്ളൂ. അത് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്കുള്ള ആളുകൾ സമ്മതപത്രം തരാതെ KRFBയുടെ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ TS എന്നുള്ള രീതിയിലേക്ക് മുമ്പോട്ടേക്ക് പോകില്ല. അവിടങ്ങളെല്ലാം തന്നെ 50% സമ്മതപത്രം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ സാങ്കേതിക അനുമതി കൊടുത്തതും ടെൻഡർ നടപടിയിലൂടെ ULCC വർക്ക് ഏറ്റെടുത്തു. പക്ഷേ ഇവിടെ അതിന് തയ്യാറാവില്ല. തയ്യാറാവാത്ത സമയത്ത് 16ഓളം മീറ്റിംഗ് ഞാൻ നടത്തിയ സമയത്തും
എല്ലാവരും പറഞ്ഞത് അവർക്ക് ആരെയോ ഒരു നിർദ്ദേശം കിട്ടാനുണ്ട്. ആരാണെന്നുള്ളത് ഇന്നത്തെ ദിവസം വരെയും പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ ഒരാളെ പേര് നമുക്ക് പറഞ്ഞു തന്നെ അയാളെ ബോധ്യപ്പെടുത്തി ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പേര് ഇതുവരെ വെളിപ്പെടുത്തില്ല. ഏറ്റവും ഒടുവിലായിട്ട് പിന്നീട് പറഞ്ഞ സമരസമിതി, ഞാനുൾപ്പെടെ വടകരയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം, വടകര MLA ഉൾപ്പെടെ ആ പരിസരത്തുള്ള ഈ റോഡ് പോകുന്ന ഭാഗങ്ങളിലെ കൗൺസിലർമാർ ഉൾപ്പെടെ അക്ലോത്ത് നട മുതൽ ഇങ്ങോട്ടേക്കുള്ള വീടുകളും സ്ഥാപനങ്ങളും കയറിയ സമയത്തേക്ക് ഒറ്റ മറുപടി മാത്രം, ഒരുപാട് വീടുകളിലേക്ക് കയറിയ സമയത്തേക്ക് ഒരേ ഒരു മറുപടി മാത്രമാണ്, സമരസമിതി ഉള്ള ആളുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അവർ പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കുള്ള മറുപടിയാണ് അവസാനം ഞങ്ങളെല്ലാവരും വീട് കയറിയ സമയത്തേക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു 2 ആഴ്ചക്ക് മുമ്പേ വടകര MLA-യും ഞാനും KRFB ഉദ്യോഗസ്ഥന്മാരും ആ വഴി പോകുന്ന കൗൺസിലർമാരുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ നമ്മൾ ആ മീറ്റിങ്ങുകൾ നടത്തിയ സമയത്തേക്ക് റോഡിൻ്റെ അലൈൻമെൻറ്റിനനുസരിച്ച് ഈ ഭാഗത്തും വീതി കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് മാർക്ക് ചെയ്ത ഭാഗം തന്നെ വീണ്ടും അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. ഇനി ആ ഭാഗങ്ങളിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ കാണുന്ന സമയത്തേക്ക് മാറ്റം ആളുകൾക്കുണ്ടാവുകയാണെങ്കിൽ ഇവിടെ യാഥാർത്ഥ്യമാകും. ഇതിനെ മാറ്റിവെച്ചില്ല. തൽക്കാലത്തേക്ക് ഇത് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗം ഒഴിവാക്കി വർക്ക് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. എന്തായാലും ഇതിന് അത്തരത്തിലേക്ക്, അതായത് 83 കോടി രൂപയാണ് ആ ഒരു വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡിന് വേണ്ടിയിട്ട് അനുവദിച്ച് കിട്ടിയത്. ആ ഫണ്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടെങ്കിൽ നഗരസഭയുടെ ഒരു പദ്ധതി വിഹിതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മാർക്കറ്റ് റോഡിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് 9 മീറ്റർ റോഡും ഇരുഭാഗത്തും 1.5 മീറ്റർ ഡ്രൈനേജ് ഫുട്പാത്ത് എന്നുള്ള രീതിയിലേക്ക് പോകണമെങ്കിൽ വലിയൊരു ഫണ്ട് വകയിരുത്തേണ്ടതിന്. പക്ഷേ കയ്യിൽ കിട്ടിയ ഫണ്ട് ചെലവഴിക്കാത്ത രീതിയിലേക്ക് നിൽക്കുമ്പോൾ അതിനൊരു ഫണ്ട് വെക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പറ്റില്ല എന്നുള്ള രീതിയിലേക്കുള്ള മറുപടി തന്നെയായിരിക്കും കിട്ടും. അതുകൊണ്ട് വടകര പട്ടണത്തിലുള്ള ആളുകൾക്ക് എന്നാണോ അവർ മാറി ചിന്തിക്കുന്ന ആ രീതിയിലേക്ക് വില്യാപ്പള്ളി ചേലക്കാട് ഭാഗം പൂർത്തീകരിക്കുന്ന മുറക്ക് എങ്കിലും ഇവർക്ക് മാറ്റം വരികയാണെങ്കിൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വടകരയുടെ പ്രതാപം എന്നുള്ള രീതിയിലേക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ മാറ്റിത്തരാന്നുള്ളത് ഭരണസമിതി വരുന്ന ആളുകളോടും ചോദ്യം ഉന്നയിക്കുന്ന ആളുകളോടും പറഞ്ഞതാണ്. ആ രീതിയിലേക്ക് നമ്മളെ വടകരയിലേക്ക് അസോസിയേഷൻ്റെ ഭാഗമായുള്ള സലാംക്ക, അതുപോലെ തന്നെ സമിതിയുടെ ഭാഗമായുള്ള വിനോദേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നു ആ രീതിയിലേക്ക് നിങ്ങൾ കൂടെ ഇടപെടുന്നുള്ളത്. പക്ഷെ അത്രത്തോളം ആയില്ല എന്നുള്ളതാണ് വസ്തുത. BJP-യുടെ മുന്നേറ്റം യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയത്ത് അവർ വളരെ വ്യാപകമായ രൂപത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവരോടുള്ള അനുഭാവത്തിൽ ചിലപ്പം കൂടുതൽ ആളുകൾ വന്നെന്ന് വരാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സീറ്റ് നേടിയെടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് അവർ വരില്ല എന്ന് തന്നെയാണ്. നിലവിലുള്ള സീറ്റിൽ എണ്ണം കുറയാനാണ് സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.